Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മിൽ വെളിപ്പെടാൻ പോകുന്ന ഒരു വലിയ തേജസ്, ആ നിത്യതയിലുള്ള തേജസ്, അത് ഓർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങളുടെ മുൻപിൽ നാം പിറുപിറുക്കരുത്, സംശയിക്കരുത്, അവിശ്വസിക്കരുത്, നിരാശപ്പെടരുത്. നാം ഒരു വലിയ ദൈവപ്രവൃത്തിയിലേക്ക് നീങ്ങാൻ പോവുകയാണ്. നമ്മിൽ വെളിപ്പെടാൻ പോകുന്ന തേജസ്സിനെ കുറിച്ചുള്ള ഒരു ദർശനം, ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ നിത്യതയിൽ ലഭിക്കുന്നതാണ്. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. പ്രതികൂലങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം. ഏത് പ്രതികൂലങ്ങൾക്കും അപ്പുറത്ത് ഒരു വലിയ ദൈവ തേജസ്സുണ്ട് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നാം നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വരാം, ദുഃഖങ്ങൾ വരാം, നിന്ദകൾ വരാം, ആക്ഷേപങ്ങൾ വരാം, റിജക്ഷൻസ് വരാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. നാം നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലുത്. എന്നാൽ മറ്റു പലരെയും നാം നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഒന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, ചില പ്രശ്നങ്ങൾ കാണുമ്പോഴും വരുമ്പോഴും എന്താണിങ്ങനെ വരുന്നത്. ഞാൻ മറ്റു പലരെയും വീക്ഷിക്കുമ്പോൾ, പലർക്കും പ്രാർത്ഥിക്കുമ്പോൾ, പല വീടുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ എന്നെക്കാട്ടിൽ വലിയ പ്രശ്നത്തിൽ അവരിയ്ക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പ്രശ്നമാണ് വലുതായിട്ട് തോന്നുന്നത്. എന്നാൽ നമ്മളെക്കാൾ വലിയ കഷ്ടതയിലൂടെ പോകുന്ന ധാരാളം ജനതയുണ്ട്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ കാൽവറി ക്രൂശിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആമേൻ, നമുക്കൊരു ദർശനം കിട്ടും. നമ്മിൽ വെളിപ്പെടുവാനുള്ള ആ നിത്യ തേജസ്, അതോർത്ത് നാം കർത്താവിനെ സ്തുതിക്കണം. ഒരിക്കൽ ഒരമ്മച്ചി ഒറ്റയ്ക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന് യേശുവിനെ അറിയാനിടയായി. ആ വീട്ടിൽ ഒരു സമാധാനമോ സന്തോഷമോ സൗഖ്യമോ ഇല്ല. എന്നും പ്രശ്നങ്ങൾ, മക്കൾക്കെല്ലാം രോഗം, കടം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവവചനം കേൾക്കാൻ വേണ്ടി ഒരു കൺവെൻഷൻ ഒരാൾ വിളിച്ചു. ആ അമ്മച്ചി പോയി രക്ഷിക്കപ്പെട്ടു, വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ വലിയ പ്രശ്നം, തൻ്റെ ഭർത്താവ് മദ്യപിച്ചിട്ട് വന്ന് തന്നെ പ്രയറിന് പോകുന്നതിന് ഉപദ്രവിക്കുവാൻ തുടങ്ങി. തൻ്റെ ജീവിതത്തിൽ നേരത്തെ കിട്ടുന്ന തല്ലും ഇപ്പോൾ കിട്ടുന്ന തല്ലുമായിട്ട് വ്യത്യാസം തോന്നി. ആദ്യം കിട്ടുന്ന തല്ലുകൾക്ക് നിരാശയായിരുന്നു. ഇപ്പോൾ വിശ്വാസ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ തല്ലുകൾക്ക് വലിയ പ്രത്യാശയും ധൈര്യവും ഉണ്ടായി. ആ പ്രിയപ്പെട്ടവൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കുറേ ദിവസങ്ങൾ ആ കഷ്ടതയിലൂടെ പോയെങ്കിലും തൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഭാവിയിൽ അദ്ദേഹം ഒരു പാസ്റ്ററായി മാറി. ആ കുഞ്ഞുങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ ആമേൻ നമ്മളെ അനുഗ്രഹത്തിലേക്കും നന്മയിലേക്കും സന്തോഷത്തിലേക്കും കൊണ്ടുപോകാൻ ഇടയാകും.
ഇന്ന് ഈ വചനം കേൾക്കുന്ന ഏതോ വ്യക്തിയുടെ കുടുംബത്തിൽ ഇതുപോലെ ചില സാഹചര്യങ്ങൾ വിശ്വാസം സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കർത്താവ് പറയുന്നു, അതിനകത്ത് ഒരു നന്മയാക്കി, ഒരു സന്തോഷമാക്കി ദൈവം മാറ്റാൻ പോകുന്നു. ദൈവത്തിൻ്റെ വലിയ പദ്ധതികളും വിടുതലുകളും എല്ലാം ദൈവം കൽപ്പിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന ഈ വചനം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അതുകൊണ്ട് കഷ്ടതയുടെ മുൻപിൽ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. നാം ധൈര്യത്തോടെ നിൽക്കണം. ഉറച്ചു നിൽക്കൂ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, നിങ്ങളുടെ ഭർത്താവ് രക്ഷിക്കപ്പെടാത്ത സാഹചര്യം, ക്യാൻസറുകൾ, രോഗങ്ങൾ, പ്രതിബന്ധങ്ങൾ, ഇതെല്ലാം വന്ന് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ നിങ്ങളുടെ കഷ്ടങ്ങൾ സാരമില്ല. ഞങ്ങളുടെ കർത്താവേ, ഇപ്പോൾ കഷ്ടതയിലൂടെ പോയി നിരാശയിലിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ചില വിടുതൽ ദൈവമേ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ അവിടുന്ന് പൊതിയണം, അത്ഭുതം ചെയ്യണം. ഈ ജനത്തെ അനുഗ്രഹിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഗോഡ് ബ്ലസ് യു. ലവ് യു. ഡിസംബർ മാസം 25, 26, 27 ഈ തീയതികളിൽ എക്സോസിയ കോൺഫറൻസ് മെലേക്ക് പ്രയർ മൗണ്ടനിൽ വെച്ച് നടക്കും. On December 25, 26, 27, the Melek Exousia Prophetic Conference is happening at Melek Prayer Tower in Punalur. നിങ്ങൾ ആരും ആ മീറ്റിംഗ് മിസ് ചെയ്യരുത്. None of you should miss that meeting. നിങ്ങൾ എല്ലാവരും കടന്നു വരാൻ ഓർപ്പിക്കുന്നു. I remind you all to come and attend. God bless you. Love you. God bless you.